കാസർഗോഡ് ജില്ലയിൽ ഹെഡ്ലോഡ് ജനറൽ മസ്ദൂർ സംഘിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടും കാസർകോട്ടും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഡിസംബർ 5-ന് ചുമട്ടുതൊഴിലാളികൾ നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. City Gold and Diamonds, Kerala and Karnataka, the glow of purity. 1978 കാലഹരണപ്പെട്ട ചുമട്ടുതൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക, ചുമട്ടുതൊഴിലാളികളെ ചൂഷണത്തിൽ നിന്നും മുക്തരാക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ വിതരണം ചെയ്യുക, തൊഴിലാളികൾക്ക് ESI നിയമം നടപ്പിലാക്കുക, ചുമട്ടുതൊഴിലാളികൾക്ക് നിയമസംരക്ഷണം ഉറപ്പാക്കുക, സ്കാറ്റേർഡ് രജിസ്ട്രേഷൻ പുനരാരംഭിക്കുക, തൊഴിലാളികളുടെ കയറ്റിറക്ക കൂലി വർധനവ് നടപ്പിലാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഡിസംബർ 5-ന് ചുമട്ടുതൊഴിലാളികൾ സമരം നടത്തുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഹെഡ്ലോഡ് ജനറൽ മസ്ദൂർ സംഘിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാടും കാസർഗോഡും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. കാസർഗോഡ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും കാഞ്ഞങ്ങാട്ട് പ്രകടനവുമാണ് നടത്തുന്നത്. കാഞ്ഞങ്ങാട്ട് പുതിയ കോട്ടയിൽ നിന്ന് പ്രകടനം ആരംഭിച്ച് ബസ് സ്റ്റാൻഡിൽ സമാപിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. അന്നേ ദിവസം BMSന്റെ നേതൃത്വത്തിൽ ചുമട്ടുതൊഴിലാളി ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘം BMSന്റെ നേതൃത്വത്തിൽ കാസർഗോഡും കാഞ്ഞങ്ങാടും 2 പരിപാടിയായിട്ടാണ് നടത്തുന്നത്. കാസർഗോഡ് ഹെഡ്ലോഡിൻ്റെ BMSന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും താലൂക്ക് ഓഫീസിൻ്റെ മുമ്പിലേക്ക് മാർച്ചും ധർണയും നടത്തുകയാണ്. 300ഓളം തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് കാസർഗോഡ് പരിപാടി നടത്തും. കാഞ്ഞങ്ങാട്ട് പുതിയ കോട്ടയിൽ നിന്നും കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിലേക്ക് ചുമട്ടുതൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തുകയാണ്. ഈ 2 പരിപാടി നടത്തിക്കൊണ്ട് കേരളത്തിലെ ഭരിക്കുന്ന ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചുമട്ടുതൊഴിലാളികൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഹെഡ്ലോഡ് ജനറൽ മസ്ദൂർ സംഘം ജില്ലാ പ്രസിഡന്റ് KV ബാബു, യൂണിയൻ ജില്ലാ സെക്രട്ടറി ദിനേശ് ബംബ്രാണ, ട്രഷറർ ദിലീപ് ഡിസൂസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.